ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 4 ജ്ഞാനകർമ്മ സന്യാസ യോഗം. ശ്ലോകങ്ങൾ 11, 12, 13. യേ യഥാ മാം പ്രപദ്ധ്യന്തെ താം തദൈവ ഭജാമ്യഹം മമ വർത്മാനുവർത്തന്തെ മനുഷ്യാഃ പാർത്ഥ സർവശഃ കാംക്ഷന്തഃ കർമ്മണാം സിദ്ധിം യജന്ത ഇഹ ദേവതാഃ ക്ഷിപ്രം ഹി മാനുഷേ ലോകേ സിദ്ധിർഭവതി കർമ്മജ ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ തസ്യ കർത്താരമപി മാം വിന്ധ്യകർത്താരമവ്യയം. യേ യഥാ മാം പ്രപദ്ധ്യന്തെ താം തദൈവ ഭജാമ്യഹം മമ വർത്മാനുവർത്തന്തെ മനുഷ്യാഃ പാർത്ഥ സർവശഃ കാംക്ഷന്തഃ കർമ്മണാം സിദ്ധിം യജന്ത ഇഹ ദേവതാഃ ക്ഷിപ്രം ഹി മാനുഷേ ലോകേ സിദ്ധിർഭവതി കർമ്മജ ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ തസ്യ കർത്താരമപി മാം വിന്ധ്യകർത്താരമവ്യയം. ഈ 13ാമത്തെ ശ്ലോകം എല്ലാവരും ശ്രദ്ധിച്ചു പഠിക്കണം. അതായത് ഭഗവാൻ പറയുകയാണ്, അവരവരുടെ ഗുണങ്ങളെയും കർമ്മങ്ങളെയും അനുസരിച്ച് ചാതുർവർണ്ണ്യം ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. അതായത് ജാതി, ക്ഷത്രിയൻ, ബ്രാഹ്മണൻ, വൈശ്യൻ, ശൂദ്രൻ ഒക്കെ അവരവരുടെ കർമ്മങ്ങൾ അനുസരിച്ചാണ് അവരെ അങ്ങനെ വിളിക്കുന്നത്, അല്ലാതെ അതൊരു ജാതിയല്ല എന്ന്. പക്ഷെ അതാരും അംഗീകരിക്കുകയില്ലല്ലേ. അപ്പോൾ ഈ ഭഗവത്ഗീത പഠിച്ചാല് എല്ലാം നമുക്ക് മനസ്സിലാകും. മനുഷ്യർ വിവിധ അവതാരങ്ങളെക്കുറിച്ചുള്ള അറിവനുസരിച്ച് വിഭിന്ന രൂപങ്ങളിൽ ഭഗവാനെ ആരാധിക്കുന്നു. വ്യക്തിഭാവനകൾക്ക് അതീതനായ സർവാത്മകനായ പരമജ്യോതിസിനെ ഏത് രൂപത്തിൽ ഭജിക്കുന്നുവോ ആ രൂപത്തിൽ തന്നെ സാക്ഷാത്കരിക്കാൻ സാധകന് കഴിയുന്നു. ഗണപതിയായും മുരുകനായും പരമേശ്വരനായും ദേവിയായും മഹാവിഷ്ണുവായും ഒക്കെ ആരാധകന്റെ ഭാവനയ്ക്ക് അനുസൃതമായ രൂപത്തിൽ ഭഗവാൻ ആവിർഭവിക്കുക തന്നെ ചെയ്യും. ശ്രീകൃഷ്ണ പരമാത്മാവിനെ തന്നെ ചിലർ മിത്രമായി കാണുന്നു, ചിലർ സ്വാമിയായും മറ്റു ചിലർ സർവലോകപിതാവായും കണക്കാക്കുന്നുണ്ടല്ലോ. മറ്റു ചിലർ കാമുകനായും. എന്നാലോ ചിലരൊക്കെ ഭഗവാനെ പതിയായി കാണുന്നു, ഭഗവാനെ ആരാധനാഭാവത്തോടെ നോക്കുന്നു. അർജുനനാണെങ്കിലോ ഭഗവാനെ ശ്യാലനായും മിത്രമായും കരുതി. എന്നാൽ കുചേലനോ സഹപാഠിയായ മിത്രമായി ഭഗവാനെ കണ്ടു. രാധാദേവിക്കും ബ്രജഭൂമിയിലെ ഗോപികമാർക്കും ഭഗവാൻ നിത്യകാമുകനായിരുന്നു. ഉദ്ധവർ ഭഗവാനെ സർവവ്യാപിയായും ലോകനിയന്താവുമായ പരബ്രഹ്മ സ്വരൂപനായി തന്നെ ദർശിച്ചു. എന്നാൽ പ്രഹ്ലാദനോ സർവരക്ഷകനായ ജഗത്സ്വാമിയായി ഭഗവാനെ ആരാധിച്ചു. ഇവരിൽ ഓരോരുത്തർക്കും ഭഗവാൻ അവരവർ ആഗ്രഹിച്ച രീതിയിൽ തന്നെ ഭഗവാനെ കിട്ടി. അതുകൊണ്ട് നമുക്കും ആ ഭഗവാനെ എങ്ങനെയാണോ വേണ്ടത് അതുപോലെ ആരാധിക്കുക. അച്ഛന്റെ സ്ഥാനത്ത് ആ ഭഗവാനെ കാണുകയാണെങ്കിൽ നമ്മളെ ഒരു അച്ഛൻ എങ്ങനെയാണ് കാത്തു പരിപാലിക്കുന്നത് അതുപോലെ കാക്കും. എന്നാൽ ഒരു സ്നേഹിതൻ നമുക്ക് എന്തെല്ലാം വേണമല്ലേ, കളിചിരികളും തമാശകളും ഒക്കെ പറയുന്ന ആ സ്നേഹിതന്റെ ഭാവത്തിൽ വരും. എന്നാൽ കാമുകനോ ആ രാധാദേവിയോട് എങ്ങനെയായിരുന്നോ ഭഗവാൻ അതുപോലെ നമുക്കും കിട്ടും. അങ്ങനെ ഭഗവാനെ, അത് ശ്രീകൃഷ്ണ ഭഗവാനെ മാത്രമേ അങ്ങനെ നമുക്ക് ആരാധിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഭഗവാൻ ആ പൂർണ്ണ രൂപത്തില് ആ സച്ചിദാനന്ദ സ്വരൂപം ഇങ്ങനെ നമ്മുടെ മുമ്പിലെത്തും. അതാണ് നമ്മുടെ ഭഗവാൻ. ഭാഗവതത്തിൽ പോലും ഇങ്ങനെ പറയുന്നു, അകാമ സർവകാമോ വാ മോക്ഷകാമ ഉദാരതീഹി തീവ്രേണ ഭക്തിയോഗേന യജേത പുരുഷം പരം. അതായത് നിഷ്കാമനോ സർവാഭിലാഷിയോ മോക്ഷകാമിയോ ആരായാലും തീവ്രമായ ഭക്തിഭാവനയോടെ ഭഗവാനെ ആശ്രയിച്ചാൽ അവരവരുടെ ആഗ്രഹത്തിനനുസരിച്ച് വരപ്രദാനം ചെയ്യാൻ ഭഗവാൻ മടിക്കുകയില്ല എന്ന് ഭാഗവതത്തിലും പറയുകയാണ്. കർമ്മങ്ങളുടെ പൂർണ്ണ ഫലം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ
വിവിധ ദേവകളെ യജിക്കുന്നു. ഈ വിധം ആരാധിക്കപ്പെടുന്ന ദേവതകൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഭഗവാനിൽ നിന്ന് ഭിന്നരാണ്. അവരുടെയും നിയന്താവ് ഭഗവാൻ തന്നെയാണ്. പക്ഷേ കൃഷ്ണാരാധനയിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ ആരാധനകൾ. ഈ ദേവതകളെ ആരാധിച്ചാലും ഇല്ലെങ്കിലും കർമ്മങ്ങളുടെ ഫലം അവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും. മനുഷ്യലോകത്ത് കർമ്മഫലം വൈകാതെ തന്നെ കൈവരും. നമ്മുടെ ബ്രഹ്മസംഹിതയിൽ പറയുകയില്ലേ, ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ. ആ ഈശ്വരൻ, ആ ഭഗവാൻ, ആ ശ്രീകൃഷ്ണൻ മാത്രമാണ് ഏക പരമാത്മാവ്. മറ്റു ദേവതകൾ ഭഗവാന്റെ അംശങ്ങളാണ്. പലതരത്തിലുള്ള ഭൗതിക ശക്തികളുള്ള ജീവാത്മാക്കളാണ് ഈ ദേവതകൾ. ശ്രീ പരമേശ്വരനും ബ്രഹ്മാവിനും കൂടി ആരാധ്യനാണ് നമ്മുടെ ശ്രീകൃഷ്ണ പരമാത്മാവ്. ഈ 13ാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ്, സൃഷ്ടിയിൽ എല്ലാ മനുഷ്യരും തുല്യരാണ്. അതായത് ജന്മനാ ജായതേ ശൂദ്ര കർമ്മണാ ജായതേ ദ്വിജ. ജന്മം കൊണ്ട് എല്ലാവരും ശൂദ്രരാണ്. കർമ്മങ്ങളാണ് ഒരുവനെ ബ്രാഹ്മണനാക്കുന്നത്. കർമ്മങ്ങൾ ഗുണാനുസാരികളാണ്. സത്വരജതമോ ഗുണങ്ങൾ ഓരോ വ്യക്തിയിലുമുണ്ട്. പരിതസ്ഥിതികളുടെ പ്രേരണയും ജന്മവാസനയും കൊണ്ട് ഇതിൽ ഏതേത് ഗുണങ്ങൾ പുഷ്ടിപ്പെടുന്നുവോ അതനുസരിച്ചുള്ള കർമ്മങ്ങളിൽ അതാത് വ്യക്തികൾ ഏർപ്പെടുന്നു. ജന്മവാസനയ്ക്കും പരിതസ്ഥിതിക്കും ഇക്കാര്യത്തിൽ തുല്യ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ അകർത്താവാണ്, ഞാനൊന്നും ചെയ്യുന്നില്ല എന്നുകൂടി പറഞ്ഞിരിക്കുന്നത്. ബ്രാഹ്മണന്റെ മകനായി പിറന്നതുകൊണ്ട് മാത്രം ആരും ബ്രാഹ്മണനാകുന്നില്ല. സ്വാത്വിക ഗുണം പുഷ്ടിപ്പെടുകയും അതിനനുസരിച്ച് സ്വാത്വിക കർമ്മങ്ങൾ ചെയ്യുകയും വേണം. അതുപോലെ ബ്രഹ്മത്തെ അറിയുക. ബ്രഹ്മത്തെ അറിഞ്ഞവൻ ബ്രാഹ്മണൻ, അല്ലെങ്കിൽ വേദത്തെ അറിഞ്ഞവൻ ബ്രാഹ്മണൻ. അതായത് ബ്രഹ്മമെന്നാൽ അറിവ്, വേദമെന്നാൽ അറിവ്. ആ അറിവും ജ്ഞാനവുമുള്ളവൻ ബ്രാഹ്മണൻ. ബ്രഹ്മജ്ഞാനീതി ബ്രാഹ്മണഃ എന്നും ഒരു ചൊല്ലുണ്ട്. അതായത് ബ്രഹ്മജ്ഞാനത്തിനു വേണ്ടി പ്രയത്നിക്കാനും ഈ സ്വാത്വിക ഗുണമുള്ളവർക്ക് മാത്രമേ കഴിയൂ. ക്ഷത്രിയൻ രാജ്യപരിപാലന കർമ്മങ്ങളിൽ മുഴുകുന്നവനാണ്. അവൻ രജോ ഗുണപ്രധാനിയായിരിക്കും. ക്ഷത്രിയനിൽ ലേശം സത്വഗുണവും കണ്ടേക്കാം. അതാണ് നമ്മുടെ അർജുനനും യുധിഷ്ഠിരനും നകുലനും സഹദേവനും ഒക്കെ സത്വഗുണം കൂടി ഉള്ളവരായിരുന്നു. കൃഷി, പശുപാലനം, കച്ചവടം തുടങ്ങിയ കർമ്മങ്ങൾ ചെയ്യുന്ന വൈശ്യനിൽ രജതമോ ഗുണങ്ങൾ പ്രകടമായിരിക്കും. ബുദ്ധിപരമായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ശൂദ്രൻ ദേഹാധ്വാനം കൊണ്ട് നിത്യവൃത്തിക്ക് വഴി തേടുന്നവനായിരിക്കും. ഈ വിധത്തിൽ ജന്മസിദ്ധമായ ഗുണങ്ങളെയും അവയ്ക്കനുസരിച്ച് സ്വായത്തമാക്കുന്ന കർമ്മങ്ങളെയും ആസ്പദമാക്കിയാണ് പ്രാചീന കാലത്ത് വർണ്ണവിഭജനം നടന്നിരുന്നത്. ഉപനിഷത് കാലത്തുകൂടിയും വേദോക്ത കർമ്മങ്ങളിൽ മുഴുകിയിരുന്ന ബ്രാഹ്മണന്റെ പുത്രൻ കലപ്പയേന്തുന്ന കർഷകനായി മാറിയിരുന്നു. പിൽക്കാലത്ത് വർണ്ണവ്യവസ്ഥയെ തകിടം മറിച്ചുകൊണ്ട് കടന്നുവന്ന ജാതി വ്യവസ്ഥ വർണ്ണങ്ങളുടെ പേര് പറഞ്ഞ് തലമുറകൾക്ക് കൈമാറാൻ തുടങ്ങിയ ആഢ്യത്വം, ഇതൊക്കെ ചരിത്രത്തിലെ തീരാക്കളങ്കമായി മാറിയിരിക്കുന്നു. ഇവയൊന്നും ഭഗവാന്റെ പേര് പറഞ്ഞുള്ളതല്ല, അല്ലെങ്കിൽ ഭഗവാൻ പറഞ്ഞതുമല്ല. ഇതൊന്നും ഭഗവാന്റെ മേലെ ആരോപിക്കേണ്ടതുമില്ല. ഗുണകർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ ശ്രേഷ്ഠമായ ചാതുർവർണ്ണ്യത്തിൽ ഭഗവാൻ ഉൾപ്പെടുന്നില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുകയും പറയുകയും ചെയ്യുമ്പോഴും ഭഗവാൻ ഒന്നിന്റെയും കർത്താവല്ല എന്ന് വീണ്ടും പറയുകയാണ്. സകലതിന്റെയും നിയന്താവാണ് നമ്മുടെ സർവശക്തനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഈ 3 ശ്ലോകത്തിന്റെയും വാക്കർത്ഥം കൂടി നമുക്കൊന്ന് നോക്കിയാലോ. യേ യഥാ മേം പ്രബധ്യന്തേ താം തദൈവ ഭജാമ്യഹം മമ വർത്തമാനുവർത്തന്തേ മനുഷ്യാഹ പാർത്ഥ സർവശഃ. യേ യാതൊരുവൻ, യഥാ യാതൊരു പ്രകാരത്തിൽ, മാം എന്നെ, പ്രബധ്യന്തേ ശരണം പ്രാപിക്കുന്നുവോ, താൻ അവരെ, തഥാ ഏവ ആ വിധത്തിൽ തന്നെ, അഹം ഞാൻ, ഭജാമി ഭജിക്കുന്നു, പാർത്ഥാഹേ ത്രിധാനന്ദേന സർവശഃ എല്ലാ പ്രകാരത്തിലും, മനുഷ്യാഹ മനുഷ്യൻ, മമ വർമ്മ എന്റെ മാർഗത്തെ, അനുവർത്തന്തേ പിന്തുടരുന്നു. 12ാമത്തെ ശ്ലോകം. കാംക്ഷന്തഃ കർമ്മണാം സിദ്ധിം യജന്ത ഇഹ ദേവതാഃ
ക്ഷിപ്രം ഹി മാനുഷേ ലോകേ സിദ്ധിർഭവതി കർമ്മജാ. ഇഹ ഈ ലോകത്തിൽ കർമ്മണാം കർമ്മങ്ങളുടെ സിദ്ധിം പൂർണ്ണഫലത്തെ കാംക്ഷന്തഃ ആഗ്രഹിക്കുന്നവർ ദേവതാഹ ദേവതകളെ യജന്തേ യജിക്കുന്നു. ഹി തീർച്ചയായും മാനുഷേലോകെ മനുഷ്യ സമൂഹത്തിൽ കർമ്മജ ഫലോന്മുഖമായ കർമ്മങ്ങളിൽ നിന്നുള്ള സിദ്ധിഹി ഫലപ്രാപ്തി ക്ഷിപ്രം വേഗത്തിൽ ഭവതി ഉണ്ടാകുന്നു. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ തസ്യ കർത്താരമഭിമാം വിന്ധ്യകർത്താരമവ്യയം. മയാ എന്നാൽ ഗുണകർമ്മ വിഭാഗശഃ ഗുണങ്ങളുടെയും കർമ്മങ്ങളുടെയും വിഭാഗമനുസരിച്ച് ചാതുർവർണ്ണ്യം മനുഷ്യ സമൂഹത്തിലെ 4 വർണ്ണങ്ങൾ സൃഷ്ടം സൃഷ്ടിക്കപ്പെട്ടു. തസ്യ അതിന്റെ കർത്താരമഭി കർത്താവാണെങ്കിലും അവ്യയം മാം നാശരഹിതനായ എന്നെ അകർത്താരം അകർത്താവായി വിദ്ധി അറിയുക നീ അറിയുക. എല്ലാത്തിന്റെയും നിയന്താവും ഞാനാണ്, എന്നാൽ ഒന്നിന്റെയും നിയന്താവും ഞാനല്ല എന്ന് ഭഗവാൻ പറയുകയാണ്. ഹരേ കൃഷ്ണ.